Hi friends, welcome to M-Technics. M-Technicsന്റെ ഹൈ പെർഫോമൻസ് ബെൽ ഡ്രൈവ് സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇവിടെ കാണിക്കാൻ പറ്റുന്നത്. നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് റീബോൺ 350 എന്നുള്ള മോഡലാണ്. നിങ്ങൾക്കറിയാം റോയൽ എൻഫീൽഡിന്റെ എല്ലാ മോഡൽസിലേക്കും നമ്മൾ ബെൽ ഡ്രൈവ് സിസ്റ്റം ചെയ്യുന്നത് എക്സെപ്റ്റ് ഹിമാലയൻ സീരീസ് സ്ക്രാം 411 ഇതൊഴികെ ബാക്കി എല്ലാ മോഡൽസിലേക്കും നമ്മൾ ബെൽ ഡ്രൈവ് സെറ്റ് ചെയ്തിരിക്കും. ഓരോ വണ്ടികൾക്കും പവർ അതുപോലെ ടോർക്ക് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ആ സ്പെക്കിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഓരോ സ്പ്രോക്കറ്റും ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വന്നിട്ട് കോമൺ ആണ്, എല്ലാ വണ്ടിക്കും കോമൺ ആണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും നമ്മളിപ്പോൾ ചെയ്യുന്ന ഇതേ കാര്യത്തിന് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ M-Technics ഹൈ പെർഫോമൻസ് ബെൽ ഡ്രൈവിൽ 4 കമ്പോണൻസ് ആണ് വരുന്നത്. അതിൽ റിയർ സ്പ്രോക്കറ്റ്, ഫ്രണ്ട് സ്പ്രോക്കറ്റ്, അതുപോലെ ഫ്രണ്ട് സ്പ്രോക്കറ്റിനോട് തന്നെ യോജിച്ച് വരുന്നതാണ് ഒരു ചെറിയ സ്ലീവ് ഉണ്ട്, അതുപോലെ ഒരു ലോക്ക് വാഷർ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെൽറ്റിനെ പറ്റിയിട്ട് ഒരുപാട് സംശയം എല്ലാവർക്കുള്ളതാണ്. ഇതിനെപ്പറ്റി പറയാനും ഒരുപാട് നമുക്കുണ്ട്. നമുക്കറിയാം ബെൽറ്റിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും. കാരണം റോയൽ എൻഫീൽഡ് ഇത്രയ്ക്കും ടോർക്കി ആയിട്ടുള്ള ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു വണ്ടി, ചെയിനിൽ വലിച്ചുകൊണ്ടാണെന്ന ഒരു വണ്ടി പെട്ടെന്നൊരു ബെൽറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിനെങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംശയമാണ്. കുറെ പേർക്കൊക്കെ അറിയാം ഹാർലി ഡേവിഡ്സൺ, ട്രയംഫ്, ഇന്ത്യൻ, അതിനെല്ലാം ഉള്ള ഡ്രൈവ് സിസ്റ്റം വന്നിട്ട് ബെൽറ്റാണ്. ആ ഡ്രൈവ് സിസ്റ്റം സപ്ലൈ ചെയ്യുന്നത് ഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു US കമ്പനിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ റോയൽ എൻഫീൽഡിലേക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ ബെൽ ഡ്രൈവ് സിസ്റ്റത്തിലേക്ക് ഗേറ്റ്സിന്റെ അതേ ഇമ്പോർട്ടഡ് ബെൽറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സംശയം ഉണ്ടാവുന്നത് ഇതൊരു റബ്ബർ ബെൽറ്റ് അല്ല എന്നുള്ളതാണ്. അല്ല, ഇതൊരു റബ്ബർ ബെൽറ്റ് അല്ല, ഇതൊരു കാർബൺ ഫൈബർ ബെൽറ്റാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയ്ക്കും ലൈഫ്, അതുകൊണ്ടാണ് ഇതിന് ഇത്രയ്ക്കും ടോർക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി, അതുകൊണ്ടാണ് ഇതിന് ഇത്രയ്ക്കും പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ നമ്മളുടെ M-Technics ഹൈ പെർഫോമൻസ് ഈ കിറ്റിൽ ഉപയോഗിക്കുന്ന ഈ ബെൽറ്റ് ഗേറ്റ്സിൻ്റെ തന്നെ ഗേറ്റ്സ് US-ൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യുന്ന ബെൽറ്റാണ്. അപ്പോൾ ആ ക്വാളിറ്റി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതിലേക്ക് കിടക്കാം. ചെയിൻ നമ്മൾ അഴിക്കുന്നതിന് മുമ്പായിട്ട് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം എന്തെങ്കിലും വീൽ ബെയറിങ്സോ ബുഷ് ബെയറിങ്സോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കൈയോടൊപ്പം തന്നെ മാറുക. കാരണം അതൊക്കെ ഒരു ലോങ് റണ്ണിനെ ഹെൽപ്പ് ചെയ്യും. സർവീസ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സ്പ്രോക്കറിൻ്റെ കവർ ആദ്യം അഴിക്കാം. അതിന് 5mm LMG ആണ്. ഇനി നമുക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റാണ് അഴിക്കേണ്ടത്. അതിനാദ്യം ഫസ്റ്റ് ഗിയറിൽ ഇടുക, ലോക്ക് ചെയ്യുക, റിയർ ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം 30mm ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റിനകത്ത് റിലീസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ നമ്മുടെ റിയർ ആക്സിൽ റിമൂവ് ചെയ്യാനുള്ളതാണ്. റിയർ ആക്സിൽ റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബ്രേക്ക് പാഡ്സ് റിമൂവ് ചെയ്യണം. എന്നിട്ട് വീൽ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് പുറത്ത് വയ്ക്കണം. അങ്ങനെ ബ്രേക്ക് പാഡ് റിമൂവ് ചെയ്തിരിക്കണോ. നെക്സ്റ്റ് നമുക്ക് ആക്സിലിനട്ടാണ് വരേണ്ടത്. അത് 24mm. ഓക്കെ, നമ്മളുടെ ആക്സിലിനട്ട് അതുപോലെ വിത്ത് വാഷർ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ആക്സിൽ ബോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് വീൽ അസംബ്ലി വിത്ത് കാലിബർ ആദ്യം പുറത്തേക്ക് എടുത്തതിന് ശേഷം വീൽ അസംബ്ലി എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. അതോടുകൂടി നമ്മളുടെ ചെയിൻ അതിൽ നിന്ന് റിലീസ് ചെയ്യും. അങ്ങനെ നമ്മളുടെ റിയർ ആക്സൽ ബോൾട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ഈ കാലിപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം
ഈ ഫുൾ വീൽ അസംബ്ലി എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കാം. കാലിപ്പറാണ് നമുക്ക് ആദ്യം റിമൂവ് ചെയ്യേണ്ടത്. കാലിപ്പർ ഇങ്ങനെ സ്ലൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്ക്രാച്ചസ് ഒന്നും ഇല്ലാണ്ട് സൈഡിൽ ഇങ്ങനെ ഒതുക്കി വയ്ക്കാം. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസർ ഉണ്ട് ഇവിടെ, മിസ്പ്ലേസ് ആവാണ്ട് നോക്കണം കേട്ടോ. ഇതാണ് റൈറ്റ് സൈഡിൽ വരുന്ന സ്പേസർ, സെക്യൂർഡ് ആയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റിയർ സ്പ്രോക്കറ്റ്, ചെയിൻ സ്പ്രോക്കറ്റിൽ റിയർ സ്പ്രോക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ റിയർ വീൽ അസംബ്ലി എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ തന്നെ ഒരു ചെറിയ സ്പേസർ ഉണ്ട്, ഇതും വളരെ സെക്യൂർഡ് ആവണം. ഇനി നമുക്ക് റിയർ സ്പ്രോക്കറ്റ് വിത്ത് ഹബ് റബ്ബർ സീറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ചെയിൻ നമുക്കിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. വിത്ത് ഹബ്ബോട് കൂടിയിട്ട് ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റും. സംഗതി നമ്മുടെ ബാക്ക് സ്പ്രോക്കറ്റിൻ്റെ പല്ലൊക്കെ തേഞ്ഞ് പോയിട്ടുണ്ട്. താങ്ക് യു ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്. ചെറിയൊരു കൺവെർഷനിലേക്ക് വരാൻ പോകട്ടാ. അങ്ങനെ നമ്മളുടെ റിയർ വീല് എടുത്ത് പുറത്തേക്ക് വെക്കാൻ കേട്ടോ. അങ്ങനെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് മാറണമെങ്കിൽ മാറും. ഇനി നമുക്ക് കഴിക്കേണ്ടത് നമ്മളെ സ്വിങ്ങാമാണ് കേട്ടോ. സ്വിങ്ങാം കഴിക്കാന്നുണ്ടെങ്കിൽ പഴയ ചെയിനൊക്കെ ഉണ്ടെങ്കിൽ എൻഡ്ലെസ് ചെയിനായിരുന്നു, ഇടയിലൊരു കണ്ണൊക്കെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ പീസായിട്ട് നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല നമ്മൾ കയറ്റാൻ പോകുന്നത് ഒരു ബെൽറ്റാണ്, അതും എൻഡ്ലെസ് ബെൽറ്റാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസെർട്ട് ആവണമെങ്കിൽ നമ്മുടെ ഈ സ്വിങ്ങാം റിമൂവ് ചെയ്തേ പറ്റും. നമ്മൾ ഈ സ്വിങ്ങാം അഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ രണ്ട് ഷോക്ക് അബ്സോർബർ, റിയർ ഷോക്ക് അബ്സോർബേഴ്സിൻ്റെ ലോവർ എൻഡ് ബോൾട്ടുകൾ നമ്മൾ അഴിച്ചു. അതിൽ നിന്ന് അഴിച്ച് ഫ്രീ ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ യൂണിറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, റൈറ്റ് സൈഡിൽ ഇനി നമ്മുടെ ABS-ൻ്റെയും റിയർ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെയും ലൈൻ അൺക്ലിപ്പ് ചെയ്യാം. 3 ക്ലിപ്പാണുള്ളത്. അപ്പോൾ റിയർ 2 ഷോക്ക് അബ്സോർബറിൽ നിന്നും നമ്മുടെ സ്വിങ്ങാം ടോട്ടലി ഫ്രീ ആയി. ഇനി നമ്മളുടെ ഫ്രണ്ട് എൻഡിലത്തെ ബോൾട്ട് റിമൂവ് ചെയ്യാം. നമ്മുടെ ഈ സ്വിങ്ങാമിൻ്റെ ഫ്രണ്ട് എൻഡ് ബോൾട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയുള്ള കവറുണ്ട്. ആ കവറിൻ്റെ അടിയിൽ ഒരു 10 mm ഒരു സ്ക്രൂ ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ കവറാണ് ആദ്യം കഴിക്കേണ്ടത്. ഇതിൻ്റെ അടിയിൽ ഇതാണ് ആ സ്ക്രൂ നമ്മൾ പറയുന്നത്. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവർ 2 ഇൻസേർട്ടിലാണ്, റബ്ബർ ഇൻസേർട്ടിലാണ്. അത് ജസ്റ്റ് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പുറത്ത്. അതിനുശേഷം ഇതാണ് നമ്മളുടെ ഫ്രണ്ട് എൻഡ് ബോൾട്ട്, നമ്മളെ സ്വിങ് ആവുന്നത്. അപ്പോൾ ഇതുപോലൊരു കവർ റൈറ്റ് സൈഡിലുണ്ട്, അതും നമ്മൾ ഇതേപോലെ തന്നെ അഴിക്കണം. അപ്പോൾ നമ്മളെ സ്വിങ് ആമിൻ്റെ മെയിൻ ബോൾട്ട് ഊരാണ്. ഊരി കഴിഞ്ഞാൽ ഇവിടെ ഒരു കവറുണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഇതേപോലൊരു കവർ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം പതുക്കെ എടുത്ത് പുറത്ത് വയ്ക്കാം. അങ്ങനെ ഇതാണ് നമ്മളെ സ്വിങ് ആം. അതുപോലെ ഈ ബുഷും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും എക്സസ് ക്ലിയറൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കൈയോടെ മാറുക പറഞ്ഞില്ലേ. ഇനി ഇതിലൊരു ലോങ് റൺ സർവീസ് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാം നല്ല ക്ലിയർ ആയിട്ടിട്ട് തിരിച്ച് കയറ്റുക. അതുപോലെ ഇവിടെ ഓയിലിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ചെയിൻ സ്പ്രോക്കറ്റ് ആകുമ്പോൾ എപ്പോഴും ലൂബ് ചെയ്യണം, അതിൻ്റെ ഒരു വൃത്തിയോടെ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ നല്ല ക്ലീനാക്കി കയറ്റുക, കാരണം ഇനി ഇവിടെ നിന്ന് ഈ ഓയിൽ സൈൻ വരാൻ പോകുന്നത്. ഇനി നമ്മളെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് വിത്ത് ചെയിൻ നമുക്ക് ഷേക്ക് ചെയ്തിട്ട് പുറത്തേക്ക്. നമ്മുടെ ഈ ചെയിൻ സ്പ്രോക്കറ്റ് സിസ്റ്റത്തിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റിന് ഏകദേശം വളരെ വീതി കുറവാണ്. അപ്പോൾ വളരെ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് വളരെ കുറച്ച് മതി നമ്മളുടെ ഫ്രണ്ട് ഷാഫ്റ്റിൽ ഹോൾഡ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മളുടെ ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റത്തിൽ
ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റത്തിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റ് തന്നെ വളരെ റിജിഡാണ്. അതുപോലെ തന്നെ കൂടുതൽ ഏരിയ ഓഫ് കോണ്ടാക്ട് കിട്ടുകയാണെങ്കിൽ അത്രയ്ക്കും കൂടുതൽ റിജിഡിറ്റി, ഡ്യൂറബിലിറ്റി, അതുപോലെ പെർഫോമൻസിന് ഐ മീൻ എഫിഷ്യൻസി കുറയാതെ തന്നെ പ്ലേ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ കൂടുതൽ ലൈഫിൽ നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ എം ടെക്നിക്സിൻ്റെ പെർഫോമൻസ് ഡ്രൈവ് സിസ്റ്റത്തിൽ നമ്മൾ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്ക് സ്ലീവിനെ ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ട് പുള്ള് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ചെറിയ ബലം കൊടുത്ത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഓക്കെ, നമ്മളുടെ എം ടെക്നിക്സ് പെർഫോമൻസ് കിറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ലീവാണിത്. ഇതാണ് സ്റ്റോക്ക് സ്ലീവ്. രണ്ടിൻ്റെയും വിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്റ്റോക്ക് സ്ലീവിന് കൂടുതൽ വിട്ട് കൂടുതലാണ്, ഇത് വിട്ട് കുറവാണ്. ഇത് കുറവ് വെച്ചിട്ടുള്ളതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഭാഗം കൂടുതൽ കയറി പോകണം അത്രയ്ക്കും സ്പ്ലൈൻസ് ഏരിയ നമുക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റിന് കിട്ടുകയാണ്, അത്രയും കൂടുതൽ റിജിഡിറ്റി കിട്ടുകയാണ്. സോ ഇതാണ് എന്താല്ലേ നമ്മളുടെ ഫിനിഷിങ് നോക്കിയാൽ, നല്ല സർഫേസ് ഫിനിഷിങ് മറ്റു കാര്യങ്ങൾ. ഇതാണ് സ്റ്റോക്ക് കേട്ടോ. എന്തായാലും താങ്ക് യു. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സിംപ്ലി ജസ്റ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെ സൈഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഏത് സൈഡ് വേണം ഇടാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സെയിം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് വിട്ട് മാത്രം കുറവുണ്ടെന്നുള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്ട് കിട്ടി. ഇപ്പോൾ ഷാഫ്റ്റ് കണ്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്ട് കിട്ടി. അപ്പോൾ എന്താ വെച്ചാൽ ഏരിയ ഓഫ് കോണ്ടാക്ട് കിട്ടും തോറും അതിൻ്റെ ലൈഫ് കൂടാണ്. കാരണം അത്രയ്ക്ക് ഏരിയയിൽ നമുക്ക് ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതുപോലെ ലൈഫ് കൂടും, സർവീസ് ലൈഫ് കൂടും, ഇങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ സ്ലീവ് ഇൻസേർട്ട് ചെയ്തു, ഫുള്ളി ടു ദ എൻഡ് വരെ ഇൻസേർട്ട് ചെയ്തു. പിന്നെ ഇനി ഫ്രണ്ട് സ്പ്രോക്കറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. ഇങ്ങനെയാണത്. സാധാരണ പോലെ തന്നെ ഇനഫ് സ്പേസ് ഉണ്ടായിരിക്കും. വളരെ ഈസിയായി ഇൻസേർട്ട് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്യുക. ബാക്കി ഒരു എക്സസ് ഏരിയ ഇവിടെ ഉണ്ട്, അത് നമ്മുടെ ലോക്ക് വാഷർ ഇടാനുള്ള സ്പേസ് ആണ്. ലോക്ക് വാഷറിൻ്റെ ഈ ഫോൾഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് പുറത്തേക്ക് വരുന്നത്, പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഏരിയ. ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ 24 നട്ട് 24 mm നട്ട് ജസ്റ്റ് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസേർട്ട് ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറയാം, അകത്തുള്ള സ്ലീവ് റീപ്ലേസ് ചെയ്യുക, നമ്മൾ കിറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ലീവ് ഇടുക. അതിനുശേഷം ഫ്രണ്ട് സ്പ്രോക്കറ്റ്, പിന്നെ ലോക്ക് വാഷറിൻ്റെ ഫോൾഡിങ് ഏരിയ പുറത്തേക്ക് ആയിരിക്കണം. ദെൻ 24 mm നട്ട് ഇടുക. ഇതാണ് ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ. ടൈറ്റിങ് ഇപ്പോൾ ചെയ്യേണ്ട, ലാസ്റ്റ് ചെയ്താൽ മതി. കാരണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുമിച്ച് ടൈറ്റ് ചെയ്യാം, എന്നാലും അലൈൻമെൻറ്റ് ക്ലിയർ ആവും. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് നമ്മളുടെ റിയർ സ്പ്രോക്കറ്റ്, ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ആ സ്റ്റോക്ക് സ്പ്രോക്കറ്റ് അഴിച്ചിട്ട് നമ്മളുടെ റിയർ സ്പ്രോക്കറ്റ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൈ പെർഫോമൻസ് റിയർ സ്പ്രോക്കറ്റ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഗ്രേഡിലുള്ള അലോയും കാര്യങ്ങളൊക്കെയാണ്. വളരെ ലോങ് ലൈഫ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണത്. എനിവേ താങ്ക്സ്. ഇതിന് നമ്മൾ ഫിറ്റിംഗ് പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫസ്റ്റ് നമ്മളെ റിയർ ഹബിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിന് 2 സൈഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സൈഡ് എ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സൈഡ് എ ആൻഡ് സൈഡ് ബി. സോ നമ്മളെപ്പോഴും ഫിറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് സൈഡ്, അതായത് ഹബിൽ ഫിറ്റ് ചെയ്യുമ്പോൾ സൈഡ് എ ഫ്രണ്ടിൽ പുറത്ത് ഡിസ്പ്ലേ ആവണം. അപ്പോൾ സൈഡ് എ അതുപോലെ സൈഡ് ബിയിൽ തിരിച്ചിടാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടേൺ സൈഡ് അറ്റ് എവറി 15,000 കിലോമീറ്റേഴ്സ്. എല്ലാ 15,000 കിലോമീറ്ററിലും നമുക്ക് ഈ സ്പ്രോക്കറ്റിനെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിടാം. നമ്മൾ സാധാരണ ചെയിൻ സ്പ്രോക്കറ്റിലെ മാറുകയാണെങ്കിൽ ചെയിൻ ടോട്ടൽ സിസ്റ്റമാണ് നമ്മൾ മാറുക, ഇതിൽ റീപ്ലേസ്മെൻ്റ് ഇല്ല. എല്ലാ 15,000 കിലോമീറ്റർ ആകുമ്പോഴും സൈഡ് എന്ന് സൈഡ് ബിയിലേക്ക് ആക്കുക, വീണ്ടും അടുത്ത 15,000 കിലോമീറ്റർ ആകുമ്പോൾ സൈഡ് ബിന്ന് സൈഡ് എയിലേക്ക് ആക്കുക. സെയിം ടൈം നമ്മൾ ബെൽറ്റും തിരിച്ചിടുന്നതാണ്. പക്ഷേ ഫ്രണ്ട് സ്പ്രോക്കറ്റ് തിരിച്ചിടേണ്ട കാര്യമില്ല. ഫ്രണ്ട് സ്പ്രോക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അത് അതേ പൊസിഷനിൽ നിന്നിരിക്കാം. പക്ഷേ ബെൽറ്റും റിയർ സ്പ്രോക്കറ്റും നമ്മൾക്ക് ഇങ്ങനെ സൈഡ് എയും സൈഡ് ബി ആയിട്ട് തിരിച്ചിടാം. അത് എന്തിനാണ് കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സർവീസ് ലൈഫ് കൂടുതൽ കിട്ടുക, രണ്ടാമത് തന്നെ ഇതിൻ്റെ വെയർനെസ് ഈവൺ ആയിട്ട് ഒരേ പ്രൊഫൈലിൽ ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ലൈഫ് ഉള്ളതാണ്, ഒരുപാട് പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മെയിൻ്റനൻസ് ആണ് നമ്മൾ ആകെ പീരിയോഡിക്കലി ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ റിയർ സ്പ്രോക്കറ്റ്. നമുക്ക് ആദ്യം സൈഡ് എ ഫ്രണ്ട് ഫേസിലാക്കിയിട്ട് ഹബിൽ ഫിറ്റ് ചെയ്യാം.
ഓക്കെ, നമ്മൾക്ക് നമ്മുടെ റിയർ സ്പ്രോക്കറ്റ് ചെയിൻ സ്പ്രോക്കറ്റിലെ റിയർ സ്പ്രോക്കറ്റ് അഴിക്കുകയാണ്. ഇതിന് 6 ബോൾട്ടാണ് വരുന്നത്. 6 ബോൾട്ടും അതുപോലെ നട്ട്സും വരുന്നത്. ഈ സെയിം സ്റ്റോക്ക് ബോൾട്ട് തന്നെയാണ് നമ്മളുടെ പുതിയ കൺവെർഷൻ കിറ്റിലേക്ക് യൂസ് ചെയ്യാനുള്ളത്. വേറെ അഡീഷണൽ ബോൾട്ടുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഒരു വലിയ കൺവെർഷനിലേക്ക് നമ്മൾ പോവാണ്. Side A. സെയിം സ്റ്റോക്ക് ബോൾട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹബിൽ നമ്മളുടെ റിയർ സ്പ്രോക്കറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം സൈഡ് എ ഫ്രണ്ട് ഫേസിൽ വരുന്ന രീതിയിലാണ് ഇത്. ഇങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ കറക്റ്റ് പെർസ്പെക്റ്റീവ് ടു എ ആണ് ഫ്രണ്ടിൽ വന്നത്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. റിയർ സ്പ്രോക്കറ്റ് നമ്മുടെ ഹബിൻ്റെ മേലെ ചെയ്തു. അടുത്ത പരിപാടി നമ്മളുടെ ബെൽറ്റിനെ അൺഫോൾഡ് ചെയ്യലാണ്. ഈ ബെൽറ്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതല്ലാണ്ട് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോൾ നോർമലി നമ്മൾ ബോക്സിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഈ രീതിയിൽ ടൈ ചെയ്തിട്ടുകൊണ്ടായിരിക്കും ഇത് വരിക. അപ്പോൾ ഇത് ടൈ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഓപ്പൺ ആക്കുന്നതിനൊരു രീതിയുണ്ട്. സാധാരണ ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം ഇതിനെ കറക്റ്റായിട്ട് പിടിച്ച് ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യും. ഇത് വലിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വന്നിട്ട് റബ്ബർ ബെൽറ്റ് അല്ല, ഇത് വന്നിട്ട് ഒരു കാർബൺ ഫൈബർ ബെൽറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഫ്ലാറ്റ് ഏരിയകളിലൊക്കെ നിറയെ കാർബൺ ഫൈബറിൻ്റെ റോഡ്സാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലിക്കുന്ന സമയത്ത് വളരെ ചെറിയ റേഡിയസിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാർബൺ ഫൈബർ റോഡ് വീക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടേക്ക് കെയർ ആണ് വേണ്ടത്. അതുപോലെ തന്നെ റബ്ബർ ബെൽറ്റ് ഞെക്കണ പോലെ ഇങ്ങനെ ഒരുപാട് ഞെക്കി വളരെ ഫ്ലാറ്റാക്കി ക്രഷ് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്നും ഉണ്ടാവരുത് ദയവ് ചെയ്ത്. കാരണം ഇത് ഇത്തിരി കെയർഫുള്ളാക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവൻ തരുന്ന റിസൾട്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം ഇതിൻ്റെ ലൈഫ് നമുക്ക് തിരിച്ചു കിട്ടും. സോ ഇതിനെ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ നമുക്കിത് ടൈ കട്ട് ചെയ്യാം. ഇത് റിലീസ് ചെയ്യാനായിട്ട് നോർമലി ഇങ്ങനെയൊക്കെ പിടിച്ച് വലിക്കും. സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊന്നും വലിക്കേണ്ട കാര്യമില്ല. വളരെ ഈസിയാണ്. കൂടുതൽ കോംപ്ലിക്കേഷൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒരേ സൈഡിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇതാ ഇവൻ റിലീസായി. ഇനി ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തിരി ബലം കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും ഇവൻ്റെ. നമ്മൾ റബ്ബർ ബെൽറ്റ് പോലെ വല്ലാണ്ട് ഫ്ലെക്സിബിൾ ഒന്നുമില്ല, എന്നാൽ ഫ്ലെക്സിബിൾ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരുപാട് ഒരു ലെസ് റേഡിയസ് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരരുത്. അതുപോലെ ഇത്രയ്ക്കും വന്ന് അടുപ്പിച്ചൊന്ന് പിടിച്ച് ഞെക്കി ക്രഷ് ചെയ്ത് കളയരുത്. അപ്പോൾ ഈ റോഡ്സിനെ അത് ബാധിക്കും. അത് മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്തത്. പിന്നെ രണ്ടാമത് നമുക്കിത് ആവാം ഈ ഒരു റേഡിയസ് സ്പ്രോക്കറ്റിൻ്റെ റേഡിയസ് ആ ലെവലിലൊക്കെ നമുക്ക് ഇതിനെ റേഡിയസ് കൊണ്ടുവരാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് സ്പ്രോക്കറ്റിലേക്ക് ജസ്റ്റ് ഈ കാണുന്ന പോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ ബെൽറ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇനി ചെയ്യാനുള്ളത് നമ്മുടെ സ്വിംഗ് ആം തിരിച്ച് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സ്വിംഗ് ആം അങ്ങനെ നല്ല തുടച്ച് കുട്ടപ്പനായിട്ട്. അപ്പോൾ നമുക്കത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇതേ രീതിയിലാണ്. ഒന്നുകൂടി കാണിക്കാം. ബെൽറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. നേരെ സ്വിംഗ് ആമിൻ്റെ ഹോൾഡിംഗ് പോയിന്റ്, ചേസസിൽ ഹോൾഡിംഗ് 2 പോയിന്റാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതിലേക്ക് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക. ചിലപ്പോൾ ഒരാളുടെ സഹായം ആവശ്യമായി വേണ്ടി വന്നേക്കാം. നമ്മളുടെ സ്വിംഗ് ആം ബോൾട്ട് ഇങ്ങനെ പതുക്കെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് തള്ളിടുക.
ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്വിംഗ് ആമിൻ്റെ നമ്മൾ നേരത്തെ അയച്ച 2 ഷോക്ക് അബ്സോർബറിൻ്റെ ലോവർ എൻഡ് അത് കറക്റ്റ് ഹോൾ അലൈൻ ചെയ്തതിന് ശേഷം അവിടുത്തെ ബോൾട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. 2 സൈഡും ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. റൈറ്റ് ലോവർ എൻഡ് ഷോക്ക് അബ്സോർബറിൻ്റെ ബോൾട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ ബാക്ക് സൈഡ് എല്ലാവരുടെയും ഫിക്സായി. കാലിബർ ഇങ്ങനെ തന്നെ ഹാങ് ആയിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്വിംഗ് ആം മൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഒറ്റ ബോൾട്ടും ടൈറ്റ് അല്ല, ഫുള്ളി ടൈറ്റഡ് അല്ല. ഇപ്പോൾ എല്ലാം ജസ്റ്റ് മൗണ്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ റിയർ വീൽ വിത്ത് നമ്മളുടെ റിയർ സ്പ്രോക്കറ്റോട് കൂടിയിട്ടുള്ള ഒറ്റ ഫിക്സിങ് ചെയ്തിട്ട് ഒറ്റ പീസായിട്ടാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. റിയർ വീല് ഇൻസേർട്ട് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ റിയർ വീൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതോടുകൂടി തന്നെ നമ്മളുടെ സ്പ്രോക്കറ്റും അത് മൗണ്ടഡ് ആണ്. റിയർ വീലിൽ നമ്മളുടെ റിയർ ആക്സിൽ ഇപ്പോൾ അലൈൻമെൻറ്റിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ഇൻസേർട്ട് ചെയ്ത് അപ്പുറത്തെ സൈഡിലെ സ്ലീവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിയർ ആക്സിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ബെൽറ്റ് ചെയ്തുമ്പോൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തു. അതുപോലെ ഫ്രണ്ട് സ്പ്രോക്കറ്റിലും ഹോൾഡാണ്. നമ്മൾ ടൈറ്റനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഈ സ്ലൈഡർ ഫുള്ളി ലൂസ്ഡ് ആണ്, കാരണം മാക്സിമം ഫ്രണ്ട് എൻഡിലേക്കാണ് ഇപ്പോൾ റിയർ ആക്സിൽ വന്നിട്ടുള്ളത്. കാരണം ഇത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ടോളറൻസ് വേണം ബെൽറ്റ്. അതിന് വേണ്ടിയിട്ട് മാക്സിമം ലൂസ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിലാണ് റിയർ ആക്സിൽ വന്ന് നിൽക്കുന്നത്, റിയർ ആക്സിലിൻ്റെ പൊസിഷൻ വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റിമൂവ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് നമ്മളിവിടെ കാണിച്ചിട്ടില്ല, അത് ഇത്രയേ ഉള്ളൂ. ഷോക്ക് അബ്സോർബർ 2 സൈഡും ഫുള്ളി ടൈറ്റഡാണ്. സ്വിംഗ് ആമിൻ്റെ ഫ്രണ്ട് എൻഡ് ടോട്ടലി ടൈറ്റഡാണ്. അതിൻ്റെ ടൈറ്റനിങ് ടോർക്ക് അനുസരിച്ചുള്ള ടൈറ്റനിങ് ടോർക്കിലാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഷോക്ക് അബ്സോർബർ ആയാലും സ്വിംഗ് ആം ആയാലും. അതിനുശേഷം നമ്മൾ ബ്രേക്ക് പാഡ് പ്രോപ്പർലി ഫിക്സ് ചെയ്തു. ബ്രേക്ക് പാഡ് തേഞ്ഞോ പോയിട്ടുണ്ടോ, സർവീസ് ലൈഫ് ആയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. കൈയോടെ മാറണമെങ്കിൽ മാറുക. അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയർ ഇനി ഇതിൻ്റെ അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഫുൾ ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലൈൻമെൻറ്റ് ചെയ്യാം. അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു LNG ആണ് യൂസ് ചെയ്യുന്നത്. LNG നമ്പർ വന്നിട്ട് 6 mm LNG. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഒരേപോലെ ഏകദേശം ടെൻഷൻ. ഇപ്പോൾ നമുക്കിവിടെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ സ്വിംഗ് ആവുന്ന സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കാണാം ഇത് ഫുള്ളി ഇവിടെ കോൺടാക്റ്റ് ആണ്. അതുപോലെ ടോപ്പിലാണെങ്കിലും ഇതിൻ്റെ റബ്ബർ കോൺടാക്റ്റ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഓരോ സൈഡും ഈക്വലി ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രമാത്രം ടെൻഷനാണ് നമ്മളിവിടെ വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഫൈനലി പറയാം. ഇതിപ്പോൾ ബെൽറ്റ് വളരെ ലൂസാണ്, നമ്മൾ ജസ്റ്റ് മൗണ്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ടൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ സ്ലൈഡർ ടൈറ്റ് ചെയ്തിട്ടായിരിക്കണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരേ പൊസിഷനിൽ ഒരേ പോയിന്റിലാണ് നമ്മൾ നിർത്തേണ്ടത്. നമ്മൾ ഏകദേശം നമ്മുടെ ഈ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഈ വണ്ടിയിലേക്കുള്ള കറക്റ്റ് ഉള്ളൊരു സെറ്റിംഗ് എന്ന് പറയണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3-നും 4-നും ഇടയിലാണ്. ഇതിൻ്റെ റിയർ സൈഡിലുള്ള കട്ടിങ്ങിൽ നമുക്ക് മാർക്ക് ഉണ്ട് ഇവിടെ. ടൈറ്റ് ചെയ്യണതനുസരിച്ച് ആ മാർക്കിങ് ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ഏകദേശം നമുക്കൊരു 3-ൻ്റെയും 4-ൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ടെൻഷൻ നോക്കാം. ഏകദേശം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 3-നും 4-ൻ്റെ ഇടയിലാണ്. 3 കഴിഞ്ഞ് ജസ്റ്റ് വിട്ടിട്ടേ ഉള്ളൂ. ഈ ടെൻഷനാണ് ഇതിൻ്റെ കറക്റ്റ് ടെൻഷൻ. ഇതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സർവീസ് സ്റ്റാൻഡിലാണ് വണ്ടി നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ ടെൻഷൻ നോക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നോർമൽ ലെവലിൽ നിന്ന് ഇതിൻ്റെ മാക്സിമം ലെവലിലേക്ക് 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ ഡിഫ്ലക്ഷൻ പാടും. ഇതാണ് ഇതിൻ്റെ ടെൻഷൻ വയ്ക്കുന്നത്. അതിപ്പോൾ ഈവൻ പുതിയ ബെൽറ്റ് ആണെങ്കിലും കുറേ നാൾ ഓടിക്കഴിഞ്ഞാലും ഈ ടെൻഷൻ ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഒരു സ്പെസിഫിക് പോയിന്റിലായിരിക്കണം ഇതിൻ്റെ ടെൻഷൻ കീപ്പ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ലെഫ്റ്റിൽ നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്തോ 3 കഴിഞ്ഞിട്ട് എത്രയാണോ 3-നും 4-ൻ്റെ ഇടയിലാണെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ റൈറ്റും റെസ്പെക്ട്ഫുള്ളി കീപ്പ് ചെയ്യാം.
നമ്മളുടെ ഈ സ്ലൈഡർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈ അലൈൻമെന്റ് പൊസിഷൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 to 4 എന്നുള്ള ആ ഒരു കറക്റ്റ് അലൈൻമെന്റിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബെൽറ്റ് ഈ സ്പ്രോക്കറ്റിൻ്റെ ഈ 2 ഫ്ലാഞ്ചിൻ്റെ ഇടയിൽ കറക്റ്റ് മിഡിലായിട്ട് പൊസിഷൻഡ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് പൊസിഷൻ. ഇതേ സമയം തന്നെ ഇത് പൊസിഷൻ ആയാൽ മാത്രം പോരാ, അതേ സമയം തന്നെ നമ്മളുടെ ഈ ടെൻഷൻ കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഒന്നും കൂടി മെഷർ ചെയ്യണം. അഥവാ ടെൻഷൻ കുറവോ കൂടുതലാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ സ്ലൈഡറിൽ ഒരേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നമ്മൾ ഒരു ഹാഫ് ത്രെഡാണ് ടൈറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ഹാഫ് ത്രെഡ് അത് എത്രയാണോ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് റൈറ്റ് സൈഡിലും ചെയ്യണം. സോ ഈക്വൽ സെയിം ആയി കഴിഞ്ഞാൽ ഈ ബെൽറ്റ് എക്സാക്ട്ലി സെൻട്രേഡ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് പൊസിഷൻ. അപ്പോൾ നമ്മളുടെ ബെൽറ്റിൻ്റെ ടെൻഷൻ പെർഫെക്റ്റ്ലി നമ്മൾ പറഞ്ഞ 2 സെൻറ്റിമീറ്റർ മുതൽ 3 സെൻറ്റിമീറ്റർ എന്നുള്ള അതിൻ്റെ ഇടയിലാണ് കറക്റ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ അലൈൻമെൻറ്റ് 2 ഫ്ലാഞ്ചിൻ്റെ എക്സാക്ട്ലി സെൻറ്റേഡ് ആയിട്ടാണ് ഇതും പ്ലേസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബെൽറ്റ് ഡ്രൈവ് കൺവേർഷൻ കിറ്റ് ഈ രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു, വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. ചെയിൻ സ്പ്രോക്കറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു അത്ര തന്നെയാണ് നമ്മൾ ഈ ബെൽറ്റ് ഡ്രൈവ് കൺവേർഷൻ കിറ്റിലും സമയം എടുത്തിട്ടുള്ളത്. ആകെ നമ്മൾ അഡീഷണലി ചെയ്തെന്ന് പറയാനായിട്ട് ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ അകത്തുള്ള സ്ലീവ് റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ്സ് എ ലോങ് ലൈഫ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഫ്രണ്ട് കവറോ അതുപോലെ ഉള്ള ഒരു ഡെക്കറേറ്റീവ് കവേഴ്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യാനുള്ളതുള്ളൂ. മറ്റ് ടൈറ്റിങ് റണ്ണിങ് പാർട്ടുകൾ എല്ലാം പെർഫെക്റ്റ്ലി ടൈറ്റിനാണ്. അണ്ടർ റോയൽ എൻഫീൽഡിൻ്റെ സ്പെസിഫൈഡ് ടോർക്കിൽ തന്നെയാണ് നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത്. അങ്ങനെ തന്നെയായിരിക്കണം സർവീസിൽ ചെയ്യേണ്ടത്. പിന്നെ ഇനി നമ്മൾ ഫർദർ ഈ കവറും കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചു നോക്കിയതിന് ശേഷം, കാരണം എന്തെങ്കിലും മറ്റേതെങ്കിലും അബ്നോർമൽ സൗണ്ടോ എന്തെങ്കിലും മിസ്അലൈൻമെൻറ്റോ മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്രണ്ട് കവർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബെൽറ്റ് ഡ്രൈവ് ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഇൻസ്റ്റാളേഷനിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ സെയിൽസ് ടീമിൻ്റെ നമ്പറുണ്ട്, നമ്മൾ സർവീസ് ടീമിൻ്റെ കോൺടാക്റ്റ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ബെൽറ്റ് ഡ്രൈവ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതുപോലെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് അവൈലബിൾ ആണ് ബെൽറ്റ് ഡ്രൈവ്. അതുപോലെ തന്നെ എൻറ്റയർ നമ്മളുടെ റോയൽ എൻഫീൽഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിമാലയൻ 411 അതുപോലെ ഹിമാലയൻ സീരീസ് ഓഫ് ബൈക്ക് ഒഴികെ ബാക്കി എല്ലാ മോഡൽസിനും ഈ ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. ഓരോ വണ്ടികളിലും ടോർക്ക് ആൻഡ് പെർഫോമൻസിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്പ്രോക്കറ്റിൻ്റെ മാനുഫാക്ചറിങ് സ്പെസിഫിക്കേഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് വളരെ വെൽ പാക്ഡ് ആയിട്ട് നിങ്ങളുടെ ഏത് ഡെസ്റ്റിനേഷനിലായാലും നമുക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ ടൈമിൽ ഇതുപോലെ നമ്മൾ കാണിച്ചത് അല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫീൽ ഫ്രീ ടു കോൾ അസ് ആൻഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഈ പെർഫോമൻസ് ഞങ്ങൾ ആസ്വദിക്കുന്ന ഈ പെർഫോമൻസ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും